ഹലോ, ഓഡിബിളും വിസിബിളും ആണോ? ഹലോ, ഹായ് ഹായ് ഹായ്. ഗുഡ് ഈവനിങ് ആൾ. ഓഡിബിളും വിസിബിളും അല്ലേ? എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നില്ലേ? യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫി. വേൾഡ് ജോഗ്രഫിയിലെ ഒരു പുതിയൊരു ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഇന്റീരിയർ ഓഫ് എർത്ത് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്കറിയാലേ ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ ഭൂമിക്ക് എന്താണ് ഭൂവൽക്കമുണ്ട്, അതിനുശേഷം ഒരു മാൻഡിലുണ്ട്, കാമ്പുണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഘടന എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ്സുകളിലെ നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓരോ അറകളെ പറ്റി അല്ലെങ്കിൽ ഓരോ ആ ലെയേഴ്സിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭൂമിയുടെ അകത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും സെൻറ്ററിൽ കാമ്പുണ്ട്. അവിടെ കാമ്പാണ് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം നമുക്ക് ഇത് അറിയാനുള്ള സോഴ്സസ് വേണം അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി അല്ലെങ്കിൽ ഉള്ളറകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്തൊക്കെയാണ്, സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭൂമിയെ പറ്റി പഠിക്കുമ്പോഴേക്കും അതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുമ്പോഴേക്കും പ്രധാനമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള രണ്ട് രീതിയിലുള്ള സ്രോതസ്സുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്കുള്ളത്. രണ്ട് രീതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്നത് അല്ലേ, നേരിട്ട് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നേരിട്ട് കിട്ടാത്തത് അല്ലേ, നേരിട്ടല്ലാത്ത സ്രോതസ്സുകൾ അല്ലേ. അപ്പം നേരിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ നമ്മുടെ ഓരോ എലമെൻസിനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓരോ മെറ്റൽസിനെയൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഖനികളുണ്ടല്ലേ, നമുക്ക് മൈനിങ് ഏരിയാസ് ഉണ്ട്, മൈൻ സൈറ്റുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഡെപ്തിലൊക്കെ മൈനിങ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അവിടെ തന്നെ അവിടെ ഉള്ളൊരു സ്വർണ്ണ ഖനിയാണ് ഏറ്റവും ഡെപ്തിൽ പോയിട്ട് കുഴിച്ചിട്ടുള്ളത്. അതിന് തന്നെ 4 കിലോമീറ്റർ ഡെപ്തൊക്കെ ഉള്ളൂ അല്ലേ. നമ്മൾ നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റേഡിയസ് അവിടെ കിടക്കുന്ന ഈ 4 കിലോമീറ്റർ അവിടെ കിടക്കുന്നത് അല്ലേ. അപ്പം അത്രയും കുഞ്ഞു കാര്യങ്ങൾ നേരിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്രോതസ് എന്ന് പറയുന്നത് ഖനികൾ അല്ലെങ്കിൽ മൈനിങ് സൈറ്റുകൾ. ഖനികളാണ് നേരിട്ട് കിട്ടുന്ന ആദ്യത്തെ എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി നമുക്ക് നേരിട്ട് കിട്ടുന്ന പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് വോൾക്കാനോസ് അല്ലേ. വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങൾ. അപ്പം നമുക്കറിയാമല്ലേ അഗ്നിപർവ്വതങ്ങളല്ലേ. നമ്മൾ അകത്തിരിക്കുന്ന മാഗ്മ എന്ത് ചെയ്യാണ് പുറത്തേക്കല്ലേ, പ്രഷർ കൂടുന്ന സമയത്ത് പുറത്തേക്ക് ലാവയായിട്ട് വരും അല്ലേ. വേറെ വ്യത്യാസമൊന്നുമില്ല. അകത്തിരിക്കുന്ന ആളെ നമ്മൾ മാഗ്മ എന്ന് പറയും. ഈ അകത്തിരിക്കുന്ന ആള് പുറത്തേക്ക് എത്തുമ്പോൾ വൺസ് ഭൂമിയുടെ വെളിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ ലാവ എന്ന് വിളിക്കും. അപ്പം ഈ ലാവകളിൽ നിന്ന് ഇത്തരം ലാവകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും. ലാവകൾ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 64 കിലോമീറ്റർ ഡെപ്തിലുള്ള ലാവകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രയും കിലോമീറ്റർ താഴെയുള്ള അല്ലേ മാക്സിമം ഒരു 64 കിലോമീറ്റർ ഒക്കെ ഡെപ്തിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യും നമുക്ക് അഗ്നിപർവ്വതങ്ങൾ വഴി കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ഈ ഖനികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഡെപ്തിൽ പോയിരിക്കുന്നതെന്ന് പറയുന്ന അന്റാർട്ടിക് റീജിയനിലുള്ള കോൾ പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ള കോൾ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഡ്രില്ലിംഗ് പ്രോജക്റ്റ് ഒരു 12 കിലോമീറ്റർ ഡെപ്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് കുഴിച്ചിട്ടുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ഡെപ്തിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ 12 കിലോമീറ്ററിനെ പറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ നേരിട്ട് നമുക്ക് കുഴിച്ചെത്താൻ പറ്റിയിട്ടുള്ളൂ. രണ്ടാമതായി നമുക്ക് നേരിട്ട് കിട്ടുന്നത് പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനോസ് പൊട്ടിത്തെറിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് അല്ലേ. അവിടെ നിന്ന് കിട്ടുന്ന ലാവാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും
ഇൻഫർ ചെയ്തിട്ട് നമ്മുടെ എന്താണ് ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പം നേരിട്ടുള്ള പ്രധാനപ്പെട്ട 2 തെളിവുകൾ അല്ലെങ്കിൽ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഖനികൾ അല്ലേ, ഖനികളും അല്ലാത്ത രണ്ടാമത് എന്താണ്? അഗ്നിപർവ്വതങ്ങൾ അല്ലേ, ഖനികൾ, ഡ്രില്ലിംഗ് പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് എന്ത് പറയാം നമുക്ക്? അഗ്നിപർവ്വതങ്ങൾ, വോൾക്യാനോസിൻ്റെ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന എവിഡൻസും നേരിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നേരിട്ടല്ലാത്തതോ, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതോ, ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഭൂകമ്പ തരംഗങ്ങൾ അല്ലേ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂകമ്പ തരംഗങ്ങൾ. അപ്പോൾ ഈ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഈ എർത്ത്ക്വേക്ക് വേവ്സിന് അല്ലേ, ഭൂകമ്പ തരംഗങ്ങളെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബോഡി വേവ്സ് എന്നും അതുപോലെ തന്നെ എന്ത് സർഫസ് വേവ്സ് എന്നും. ബോഡി വേവ്സ് നമ്മൾ എന്താണ്, അത് ഭൂകമ്പത്തിൻ്റെ പോർഷനെ നമ്മൾ നന്നായിട്ട് പഠിക്കും. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയാം. ഭൂകമ്പ തരംഗങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ബോഡി വേവ്സ്. ബോഡി വേവ്സും എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അകത്തൂടി സഞ്ചരിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് 2 വേവ്സാണ് വരുന്നത്, പി വേവ്സും എസ് വേവ്സും. പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും അല്ലേ. നമുക്ക് എന്താണ് ഒരു ഭൂകമ്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഭൂകമ്പ മാപിനിയിലേക്ക് അല്ലേ, സീസ്മോഗ്രാഫിലേക്ക് ആദ്യമായിട്ട് എത്തുമ്പോൾ, ഒരു സീസ്മിക് സെൻറ്ററിലേക്ക് ആദ്യമായി എത്തുന്ന വേവുകളെയാണ് നമ്മൾ പ്രൈമറി വേവുകൾ എന്ന് പറയുന്നത്. രണ്ടാമത് എത്തുന്ന വേവാണ് സെക്കൻഡറി വേവ്. ഇവർ രണ്ടുപേരും എന്താണ് ബോഡി വേവ്സ് ആണ്. അതായത് ഭൂമിക്കകത്തൂടി സഞ്ചരിക്കുന്ന വേവുകളെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സർഫസ് വേവ്സ് ആണ്. സർഫസ് വേവ്സ് ഇതെന്താണ്, ഒരിക്കലും അകത്തൂടി അവർ സഞ്ചരിക്കില്ല, ഭൂമിയുടെ പുറമേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവർ സഞ്ചരിക്കുള്ളൂ. അതിന് പ്രധാനപ്പെട്ട വേവ്സ് എന്ന് പറയുന്നത് ലവ് വേവ്സ് അല്ലെങ്കിൽ എൽ വേവ്സും അതുപോലെ തന്നെ എന്താണ് റെയിലേ വേവ്സ് അല്ലെങ്കിൽ ആർ വേവ്സും. ഈ ലവ് വേവ്സും അതുപോലെ തന്നെ റെയിലേ വേവ്സുമാണ് പ്രധാനപ്പെട്ട 2 സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഇവരെന്താണ് ഈ പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും നല്ല ഫാസ്റ്റ് ആയിട്ട് വരും. പ്രൈമറി ഏറ്റവും വേഗത കൂടിയതാണ്, സെക്കൻഡറി അതിൽ ശേഷം എന്താണ് വേഗത കുറഞ്ഞതാണ്. ഈ ലവ് വേവ്സും റെയിലേ വേവ്സും എന്താണ് വളരെ പതിയെ സഞ്ചരിക്കുന്ന ആൾക്കാർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു ഭൂകമ്പം നടക്കുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്, തള്ളി മറിച്ചിടുന്നെന്ന് പറയുന്നത് ഇത്തരം സർഫസ് വേവ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചിരിക്കുക. പക്ഷെ നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലേ, ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുമ്പോൾ സർഫസ് വേവ്സ് മതിയോ, പുറത്തൂടെ സഞ്ചരിക്കുന്ന ആൾ മതിയോ? അല്ലല്ലേ, നമുക്ക് എന്താണ് ബോഡി വേവ്സ് ആണല്ലേ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളറകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള വേവ്സ് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വേവ്സും ഇവരുടെ സവിശേഷതകളുമാണ്. ഇതിൽ ഏറ്റവും സവിശേഷതയുള്ളത് സെക്കൻഡറി വേവ്സ് ആണ്. സെക്കൻഡറി വേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സോളിഡിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഒരിക്കലും ലിക്വിഡ് ഫേസിലുള്ള ഒരു വസ്തുവിൽ കൂടി എന്ത് ചെയ്യാൻ കഴിയില്ല, സെക്കൻഡറി വേവ്സിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇത്തരം വേവ്സിന് ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ എന്താണ് ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്ത് പ്രൈമറി സെക്കൻഡറി വേവ്സിന് എന്ത് ചെയ്യും, ഭൂമിക്ക് അകത്തേക്ക് എന്ത് ചെയ്യും, കടത്തിവിടും. അതിനുശേഷം എന്താണ് സീസ്മിക് ഉപകരണങ്ങൾ വെച്ച് എന്ത് ചെയ്യും, ഇവരുടെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മറ്റും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയുടെ ആന്തരികമായിട്ടുള്ള ഘടനയെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഈ ഭൂകമ്പ തരംഗങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ, നേരിട്ടല്ലാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ഭൂകമ്പ തരംഗങ്ങൾ. അതിനുശേഷം വരുന്നത് ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസങ്ങൾ. എന്താണ് ഈ ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഇക്വേറ്റർ ഭാഗത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്, ഭൂമധ്യരേഖാ പ്രദേശത്ത് നമുക്ക് എന്താണ് ഗ്രാവിറ്റി എന്താണ് കുറവും. എന്നാൽ നമ്മുടെ എന്താണ് അവിടെ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് ജി അല്ലേ, ഗ്രാവിറ്റി കൂടുതലുമാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയുടെ ഷേപ്പാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഭൂമിയുടെ ഷേപ്പ് എന്താണ്, ജിയോയിഡ് ഷേപ്പാണല്ലോ, ഒരു ജിയോയിഡ് ഷേപ്പാണെന്ത് ഭൂമിക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം എന്താണ് ഈ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഇതിൽ ഓരോ ഭാഗത്തുമുള്ള ഇത്തരം ഗ്രാവിറ്റിയുടെ വ്യത്യാസങ്ങൾ, അവിടെയുള്ള എന്താണ് ശിലകളുടെ എന്താണ് വെയിറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് മാസിൻ്റെയൊക്കെ വ്യത്യാസമാണെന്നുള്ള ഇൻഫറൻസിൽ അല്ലേ. ഒരുപാടധികം കാര്യങ്ങളൊന്നും നമുക്കിതിൽ നിന്നും കിട്ടില്ല, എന്നാലും എന്താണ് വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നേരിട്ടല്ലാത്ത ഇത്തരം വിവരങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രണ്ടാമത്തത്
ഭൂഗുരുത്വാകർഷണം അല്ലേ, ഭൂഗുരുത്വാകർഷണം. ഇനി മൂന്നാമതായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്താണ്? കാന്തിക മണ്ഡലം അല്ലേ. നമുക്കറിയാം എന്താണ് നമ്മുടെ ഭൂമിക്ക് എന്തുണ്ട്? ഒരു കാന്തിക മണ്ഡലമുണ്ട്. അപ്പൊ ഇതിന്റെ വ്യതിയാനങ്ങൾ അല്ലെ, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെയും മറ്റും വ്യതിയാനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അതിൽ നിന്നും ഭൂമിയുടെ ഉള്ളറകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമതായിട്ട് ഉൽക്കകളുടെ അപഗ്രഥനം. മൂന്നാമതായിട്ട് കാന്തിക അല്ലെ, കാന്തിക മണ്ഡലം. നാലാമതായിട്ട് എന്താണ്? ഉൽക്കകൾ അല്ലെ, ഉൽക്കകൾ. നാലാമതായിട്ട് എന്താണ്? ഉൽക്കകളെ പറ്റി അല്ലെ. നമുക്കറിയാം എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന അല്ലെ, മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകൾ അല്ലെ. ഉൽക്കകൾ റോക്കി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ കോമ്പോസിഷൻ വെച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളറകൾ ഇങ്ങനെയൊക്കെ ആവാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് ഇൻഫർ ചെയ്ത് പറയാൻ കഴിയും. അപ്പോൾ എന്താണ് അത് വെച്ചിട്ട് നമുക്ക് നേരിട്ടല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കാൻ പറ്റും. പ്രധാനമായിട്ടും എന്താണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി അല്ലെങ്കിൽ ഘടനയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള തെളിവുകൾ വെച്ചിട്ടാണ് അല്ലെ, രണ്ട് രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റഡീസ് വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഭൂമിയുടെ ഘടന പറയുന്നത്. അതിലെന്താണ് ആദ്യത്തേത്? നേരിട്ടുള്ളത് പ്രധാനമായിട്ടും ഡ്രില്ലിംഗ് പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ ഖനികൾ, അതുപോലെ തന്നെ വോൾക്കാനോസ് അല്ലെ, അഗ്നിപർവ്വതങ്ങൾ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നേരിട്ടുള്ള തെളിവുകൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ അകത്തേക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്തൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റും അല്ലെ, അത് നേരിട്ടുള്ളത്. നേരിട്ടല്ലാത്തതോ ഭൂകമ്പ തരംഗങ്ങൾ അല്ലെ, പി വേവ്സും എസ് വേവ്സും, പ്രൈമറി സെക്കൻഡറി വേവ്സ്, അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണം, അതുപോലെ തന്നെ ഭൂമിയുടെ കാന്തിക മണ്ഡലം. നാലാമതായി ഉൽക്കകളെ പറ്റിയുള്ള പഠനം അല്ലെ. ഉൽക്കകളെ പറ്റിയുള്ള പഠനം വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭൂമിയുടെ ഘടന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ എന്ത് ചെയ്യാം? താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് നേരിട്ട് അല്ലാത്ത തെളിവുകളെ പറ്റി എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 1, 2, 3, 4 എന്നുള്ള രീതിയിൽ അഗ്നിപർവ്വതങ്ങൾ, ഖനികൾ, അതുപോലെ തന്നെ ഭൂകമ്പ തരംഗങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് 1, 2, 3, 4 എന്നൊക്കെ ഉള്ള രീതിയിൽ ഓപ്ഷൻസ് തരാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് ചെയ്യരുത്? തെറ്റിപ്പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. നേരിട്ടുള്ള തെളിവുകൾ വളരെ കുറവാണ്. ഖനികളും അതുപോലെ തന്നെ ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളും അഗ്നിപർവ്വതങ്ങളും മാത്രമേ ഉള്ളൂ. നേരിട്ടല്ലാത്ത പ്രധാനപ്പെട്ട തെളിവുകൾ ഭൂകമ്പ തരംഗങ്ങൾ, ഭൂഗുരുത്വാകർഷണം, കാന്തിക മണ്ഡലം, ഉൽക്കകൾ. ഈ ഉൽക്കകളൊക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, ഉൽക്കയും ഭൂമിയുമായിട്ട് എന്ത് ബന്ധം? ഇതില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് വളരെ വൃത്തിക്ക് പഠിച്ചിരിക്കുക. ഉൽക്കകളെ പറ്റിയുള്ള പഠനം എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഘടന അല്ലേ, ഭൂമിയുടെ ആന്തരിക ഘടന തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവായി എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ. അതിനുശേഷം നമ്മൾ ഇനി ഭൂമിയുടെ ഒന്നുകൂടി പറയണോ? എന്താണ് ഒന്നുകൂടി പറയേണ്ടത്? എല്ലാം പറയണോ? യെസ്, ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂമിയുടെ ഘടനയെ പറ്റി പഠിക്കാനുള്ള നേരിട്ടുള്ളതും നേരിട്ടല്ലാത്തതുമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസസിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഖനികളിൽ നിന്നും ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളിൽ നിന്ന് ഭൂമി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തുറന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? എടുത്തിട്ട് ഇന്നതൊക്കെ ഇവിടെയൊക്കെ കാണുന്നു എന്ന് പറയുന്നതാണ് ഖനികളും ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളും. രണ്ടാമതായി വരുന്ന വോൾക്കാനോസ് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ. അതെന്താണ്? നമ്മുടെ മാൻഡിൽ നിന്ന് മാഗ്മ വെളിയിലേക്ക് വന്ന് ലാവയായിട്ട് മാറും. ശിലകളായിട്ട് തണുത്തുറയും അല്ലേ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണ്, നമുക്ക് നേരിട്ട് കിട്ടുകയാണ്. ഇനി നേരിട്ടല്ലാത്തത് പ്രധാനമായിട്ടും 4 ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഭൂകമ്പ തരംഗങ്ങൾ, പ്രൈമറി വേവ്സും
സെക്കൻഡറി വേവ്സ് അല്ലെ, പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും ആണ് എന്ത് ചെയ്യുന്നത് അതിൽ പ്രധാനമായി വരുന്ന ഭൂകമ്പ തരംഗങ്ങളിൽ വരുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുമ്പോൾ ഭൂഗുരുത്വാകർഷണം അല്ലേ, ഭൂഗുരുത്വാകർഷണം. നമുക്കറിയാം ഭൂമിയുടെ എന്താണ് ഇക്വേറ്ററിൻ്റെ റീജിയനിൽ എന്താണ് ഗ്രാവിറ്റി കുറവും, എന്നാൽ നമ്മൾ പോളുകളിലേക്ക് അല്ലേ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി കൂടുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ. അതെന്താണ് ഇങ്ങനെ എന്താണ് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഇങ്ങനെ ഉന്തിയും ധ്രുവപ്രദേശങ്ങളിൽ ഇങ്ങനെ പരന്നു ഇരിക്കുകയാണല്ലേ. നമ്മളൊരു ക്രിക്കറ്റ് ബോളിനെ എടുത്തിട്ട് നമ്മളൊരു ഫുട്ബോൾ ബോളിനെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലും താഴെ നല്ലതായിട്ട് ഇങ്ങനെ എന്താണ് ഞാനിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ സൈഡ് വശങ്ങളിലേക്ക് അല്ലെ അതിൻ്റെ എന്താണ് ആ ഒരു ഭൂമധ്യരേഖയുടെ ആ ഒരു വശത്തേക്ക് എന്ത് ചെയ്യും, ഇത് പൊങ്ങി വരും അല്ലേ, ഇതിങ്ങനെ പൊന്തി വരും അല്ലേ, നീണ്ടിങ്ങനെ വരും. ആ ഒരു ലെവലാണ് എന്ത് ചെയ്യുന്നത് ഭൂമി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ ഭാഗങ്ങളിലും എന്താണ് ഗ്രാവിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, ഭൂമിയുടെ ഉള്ളറകളെ പറ്റി നമുക്ക് അറിയാൻ പറ്റും അല്ലേ. നമുക്ക് ചെറുതായിട്ട് എന്താണ് നമുക്കൊരു ഒരു 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 ഐഡിയ കിട്ടും. ഇനി മൂന്നാമതായി പറയുന്നത് കാന്തിക മണ്ഡലം അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സുകൾ അല്ലേ. നമുക്കറിയാം ഭൂമിക്കൊരു കാന്തിക നോർത്തും കാന്തിക സൗത്തും ഒക്കെ ഉണ്ട്. ജിയോഗ്രഫിക് നോർത്തും സൗത്തും ഉള്ളതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമയവും ചുമ്മാ പൊയ്ക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗവും കാണില്ല. അതുകൊണ്ട് എന്താണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലേ, ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഓരോ ഭാഗത്തും എന്തായിരിക്കും, ഭൂമിയിലെ ഓരോ സ്ഥലത്തും എന്തായിരിക്കും ഈ കാന്തിക മണ്ഡലത്തിൽ എന്ത് ചെയ്യും വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി പഠിക്കാൻ കഴിയും. നാലാമതായിട്ട് ഉൽക്കകൾ, മീറ്റോറൈറ്റുകൾ അല്ലേ, ഉൽക്കകൾ അല്ലെങ്കിൽ മീറ്റോറൈറ്റുകളുടെ എന്താണ് അവരെ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്ത് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നാലുമാണ് പ്രധാനപ്പെട്ട നേരിട്ടല്ലാത്ത എവിഡൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്താണ് ഈ എവിഡൻസസിൽ നിന്ന് അല്ലെ, ഇത്തരം എവിഡൻസിൽ നമ്മൾ എന്താണ് നേരിട്ടും അല്ലാതെയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള എവിഡൻസിൽ നിന്ന് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ക്രിക്കറ്റ് ബോൾ പോലെ ഇരിക്കുന്ന ഭൂമി എന്താണ്, അല്ലെങ്കിൽ തണ്ണിമത്തം പോലെ ഇരിക്കുന്ന ഭൂമി, ഞാൻ എന്ത് ചെയ്യാണ് തണ്ണിമത്തൻ്റെ ഒരു പീസ് ഇങ്ങനെ എന്ത് ചെയ്യാണ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ഇവിടെ വരയ്ക്കുകയാണേ. കിട്ടിയ തണ്ണിമത്തൻ്റെ എന്താണ് റെഡ് കളർ കഴിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കുറവാണ്. ആ വെള്ള കളർ ഭാഗമാണ് എന്ത് എനിക്ക് കൂടുതലായിട്ട് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് അത് എൻ്റെ ഭൂമിയുടെ ക്രോസ് സെക്ഷന് ഇക്വലൻ്റ് ആണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ നോക്കിക്കോ ഇവിടെ ഇനി നമ്മൾ ഈ മുകളിൽ കാണുന്ന എന്താണ് തണ്ണിമത്തൻ്റെ എന്താണ് ആ പച്ചയും വെള്ളയും കലർന്ന് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന ആ തൊലിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ തൊലിയുടെ ഭാഗത്തിൻ്റെ അത്രയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് എന്ത് ചെയ്യുള്ളൂ കനമുള്ളൂ. അതിനെ ഞാൻ എന്ത് ചെയ്തു ഭൂവൽക്കം എന്ന് വിളിച്ചു. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് ഞാൻ വിളിച്ചു. ഇനി എന്താണ് അതിനുശേഷം എന്താണ് ഞാൻ വാങ്ങിച്ചല്ലേ പാവി പോണം പാതാളം എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ തണ്ണിമത്തനിൽ എന്താണ് കഴിക്കാനുള്ള ഭാഗം വളരെ കുറവാണ്. അവിടെയാണെന്ത് കഴിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ എന്താണ് കുറവാണ്. അതിന് കൂടുതലും അല്ലേ അതിൻ്റെ എന്താണ് ഒരു 70% എന്താണ് വെള്ള ഭാഗമാണ്. ആ വെള്ള ഭാഗത്തെ ഞാൻ മാൻഡിൽ എന്ന് വിളിച്ചു. ഇനി കഴിക്കാൻ പറ്റുന്ന ചുവന്ന ഭാഗം അല്ലേ അതെന്താണ് ഏകദേശം 29% വരെ, ഒരു 29% വരെ എന്താണ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്. 70%, ഇനി 1% തൊലി. ഇനി എന്താണ് ഈ ഒരു ഭാഗത്തെയാണ് ഞാൻ കാമ്പ് എന്ന് വിളിച്ചത്. അപ്പം എന്താണ് നമ്മുടെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് എന്താണ് പാപിയായ ഞാൻ വാങ്ങിയ തണ്ണിമത്തൻ പോലെയാണ്. എൻ്റെ തൊലിയുടെ ഭാഗമാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന വെള്ളഭാഗം 70% വെള്ളഭാഗമായിപ്പോയി, അത് മാൻഡിലാണ്. ഇനി 29% വരുന്ന എനിക്ക് കഴിക്കാൻ കഴിയുന്ന ഭാഗത്തെ ഞാൻ കാമ്പ് എന്ന് വിളിച്ചു. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മുട്ട എടുക്കുക, ഞാൻ അവിച്ചു വച്ചിരിക്കുകയാണ്. ഇനി ഞാൻ മുട്ടത്തോട് ഞാൻ എന്ത് ചെയ്തു പൊട്ടിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കനം കുറഞ്ഞൊരു പാളിയാണല്ലേ മുട്ടത്തോടെന്ന് പറയുന്നത്, അത് എൻ്റെ ക്രസ്റ്റ്. അതിനുശേഷം വരുന്ന വെള്ള ഭാഗം അല്ലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെള്ള ഭാഗം എൻ്റെ മാൻഡിലും, അതിനുശേഷം വരുന്ന ഉണ്ണി അല്ലേ മഞ്ഞ ഭാഗം എന്താണ് എൻ്റെ കാമ്പുമാണെന്നിരിക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ ഭൂമി ഇരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന കനം കുറഞ്ഞ ഭാഗത്തെയാണ് ഞാൻ ഭൂവൽക്കം എന്ന് വിളിച്ചത്. അതിനുശേഷം വരുന്ന
കൂടുതൽ ഭാഗത്തെ അല്ലെ 70% കവർ ചെയ്തിരിക്കുന്ന അല്ലെ എൻ്റെ ഭൂമിയുടെ പിണ്ഡത്തിന്റെ അല്ലെങ്കിൽ മാസിന്റെ 70% കവർ ചെയ്തിരിക്കുന്ന മാൻഡിൽ വന്നു അതിനുശേഷം എൻ്റെ മാസിന്റെ 30%, ഏകദേശം 29% കവർ ചെയ്തിരിക്കുന്ന കാമ്പും വന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഭൂമിയുടെ എന്ത് മൊത്തത്തിലുള്ള ആകൃതി അല്ലെങ്കിൽ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കോടാ. ഇനി നോക്കിക്കോ, ഇനി ഞാൻ എൻ്റെ ഭൂമിയുടെ ഏറ്റവും പുറമെ എന്താണ് ഈ പർവ്വതങ്ങളൊക്കെ ഉള്ള ഭാഗം. അതിനുശേഷം എന്താണ് കടൽ കാണുന്നുണ്ട് അല്ലെ, നീലക്കടലിൽ കടൽ കാണുന്നുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിൽ ഇത്രയും ഭാഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വരുന്നതാണ് ക്രസ്റ്റിന് ഏകദേശം എന്താണ് മാക്സിമം ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ എന്താണ് തിക്നെസ് കാണാം. മാക്സിമം ഒരു 100 കിലോമീറ്റർ, 100 പോവില്ല, അത്രയൊന്നും ഇല്ല. ക്രസ്റ്റിന് അത്രയും തിക്നെസ് ഒന്നും വരില്ല. ഇനി എന്താണ് ക്രസ്റ്റിന് അല്ലെങ്കിൽ എന്താണ് ഭൂവൽക്കത്തിന്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരാശരി തിക്നെസ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. 35 മുതൽ 40 കിലോമീറ്റർ വരെയാണ് എന്ത് ശരാശരി തിക്നെസ് എന്ന് പറയുന്നത്. ഇനി വലിയ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താണ് ഹിമാലയാസ് ഒക്കെ പോലുള്ള വലിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, മാക്സിമം ഒരു 70 കിലോമീറ്റർ തിക്നെസ് അല്ലെങ്കിൽ ഡെപ്തിൽ കാണുന്നതാണ് എന്ത് എൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ക്രസ്റ്റിനെ ഞാൻ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചു. എനിക്കറിയാലോ, ഈ പർവ്വതങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്തെ ഞാൻ എന്ത് വിളിച്ചു, വൻകര അല്ലേ, വൻകര ഭൂവൽക്കം എന്നും. അതിനുശേഷം എന്താണ് ഈ സമുദ്രം കാണുന്ന ഈ ഒരു ഭാഗത്തിനെ ഞാൻ സമുദ്ര ഭൂവൽക്കം എന്നും വിളിച്ചു. അപ്പോൾ എന്താണ് വേറൊരു രീതിയിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഇനി ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, കടലിന് എന്താണ് വളരെ ഡെപ്ത് കൂടുതലായതുകൊണ്ട് ഓഷ്യാനിക് ക്രസ്റ്റിന് തിക്നെസ് അല്ലെങ്കിൽ കനം വളരെ കുറവാണ്. ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എൻ്റെ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അപ്പം എന്താണ് ഞാനിവിടെ ഒന്ന് എഴുതാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പം ആദ്യമായി പറഞ്ഞ എന്താണ്, ഭൂവൽക്കത്തെ പറ്റിയാണ് അല്ലേ. ഏറ്റവും പുറമേ കാണുന്ന ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഏത്, ഭൂവൽക്കം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞു. എന്താണ് മാസിന്റെ 1% അല്ലെ, ഭൂമിയുടെ മൊത്തം മാസിന്റെ 1% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എൻ്റെ ഭൂവൽക്കത്തിനുള്ളൂ. ഇനി പ്രധാനമായും ഭൂവൽക്കത്തിനെ ഞാൻ രണ്ടായി തിരിച്ചു. ഏതൊക്കെയാണ്, വൻകരാ ഭൂവൽക്കം എന്നും അതുപോലെ തന്നെ എന്താണ് സമുദ്ര ഭൂവൽക്കം എന്നും. അതിനുശേഷം സമുദ്ര ഭൂവൽക്കം എന്നും എന്തായി, രണ്ടായി തിരിച്ചു. ഇനി ഞാൻ വൻകരാ ഭൂവൽക്കത്തിന്റെ മാക്സിമം തിക്നെസ്, ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. വൻകരാ ഭൂവൽക്കത്തിന്റെ ആവറേജ് തിക്നെസ്. ഇനി ഹിമാലയം പോലുള്ള വലിയ പർവ്വതനിരകളുള്ളിടത്ത് അതെന്താണ് 70 വരെയൊക്കെ പോവാം. ഇനി സമുദ്ര ഭൂവൽക്കത്തിൻ്റെയോ 5 കിലോമീറ്റർ ആണ് ആവറേജ് തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഇനി വൻകരാ ഭൂവൽക്കം എന്താണ്, പ്രധാനമായിട്ടും ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വൻകരാ ഭൂവൽക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. സമുദ്ര ഭൂവൽക്കോ ബസാൾട്ട് ശിലകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സമുദ്ര ഭൂവൽക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഗ്രാനൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സിലിക്കണും അലൂമിനിയവും ആണ് പ്രധാനമായിട്ടും വൻകരാ ഭൂവൽക്കത്തിൽ കാണുന്ന എലമെന്റ്സ്. വൻകരാ ഭൂവൽക്കത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ് ഏതൊക്കെയാണ്, സിലിക്കണും അലൂമിനിയവും. ഇനി നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിലേക്ക് വരുമ്പോഴോ സിലിക്കണും മെഗ്നീഷ്യവും. അപ്പോൾ വൻകരാ ഭൂവൽക്കം ആവറേജ് തിക്നെസ് 35 കിലോമീറ്റർ. ഗ്രാനൈറ്റിക് കോമ്പോസിഷൻ അല്ലെ, ഗ്രാനൈറ്റ് റോക്കുകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു. പ്രധാനമായി കാണുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്, സിലിക്കണും അലൂമിനിയവും. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേര് സിയാൽ. പേരെന്താണ്, സിയാൽ എന്നും അറിയപ്പെടുന്നു. ഇനി നമ്മുടെ സമുദ്ര ഭൂവൽക്കോ ആവറേജ് തിക്നെസ് എന്ന് പറയുന്ന 5 കിലോമീറ്റർ.
ബസാൾട്ട് ശിലകൾ കൊണ്ട് നിർമ്മിതമായത്. അതുപോലെ തന്നെ എന്താണ്, സിലിക്കണും മെഗ്നീഷ്യവുമാണ് പ്രധാനപ്പെട്ട എന്ത് എലമെന്റ്സ്. അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യത്തിന് എന്താണ് SiMg എന്നിടുമ്പോൾ എന്താണ് വായിക്കുക, സിഗ്മ എന്ന് വായിക്കുക ഒരു രസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെഗ്നീഷ്യത്തിന്റെ MA കൊടുത്തു. അങ്ങനെ പറയുന്ന പേരെന്താണ്, സീമ. അപ്പോൾ വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് സിലിക്കൺ അലൂമിനിയം ചേർന്ന സിയാലും, സമുദ്ര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് സിലിക്കണും മെഗ്നീഷ്യവും ചേർന്ന സീമ എന്നും അറിയപ്പെടുന്നു. ഇനി പ്രധാനമായിട്ട് ഇനി രണ്ടുപേരുടെയും എന്താണ് ആവറേജ് ഡെൻസിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഒരു 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് എന്ത് ഒരു ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഭൂവൽക്കത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത്രയാണ് നമ്മുടെ ഭൂമിയുടെ മൊത്തം മാസിന്റെ 1%, ഒരേ 1%മേ ഉള്ളൂ. ഇനി വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും രണ്ടായി തിരിക്കുന്നു. വൻകര ഭൂവൽക്കത്തിന് ആവറേജ് ഒരു 35 കിലോമീറ്റർ. ഇനി ഹിമാലയം പോലുള്ള എന്താണ് വലിയ പർവ്വതനിരകൾ വരുന്ന സമയത്ത് അതെന്താണ് 75 കിലോമീറ്റർ വരെ 70 കിലോമീറ്റർ വരെ പോവും. ഇനി പ്രധാനമായി കാണുന്ന റോക്കുകൾ ഏതാണ്, കല്ലുകൾ ഏതാണ്, ശിലകൾ ഏതാണ്, ഗ്രാനൈറ്റ് ശിലകൾ. ഇനി പ്രധാനമായി കാണുന്ന എലമെന്റ്സ് സിലിക്കണും അലൂമിനിയവും. അതുകൊണ്ട് തന്നെ പറയുന്ന പേരെന്താണ്, സിയാൽ. സമുദ്രഭൂവൽക്കം 5 കിലോമീറ്റർ തിക്നെസ്, ബസാൾട്ട് ശിലകൾ, അതുപോലെ തന്നെ സിലിക്കണും മെഗ്നീഷ്യവും. അതുകൊണ്ട് തന്നെ പറയുന്ന പേര് സീമ. ഇനി രണ്ടുപേരെയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് എന്ത് അതിൻ്റെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്ന സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇതിൽ ഡെൻസിറ്റി കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിനാണ്. അത് ഏകദേശം എന്താണ് ഒരു 3 വരെയൊക്കെ എന്താണ് സമുദ്ര ഭൂവൽക്കത്തിന് ഡെൻസിറ്റി ഉണ്ട്. വൻകര ഭൂവൽക്കത്തിന് ഒരു 2.2 വരെയൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ ആവറേജ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് 2.7 ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? ബോഡി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ് അതങ്ങനെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ അതിൻ്റെ മലയാളം എന്തെങ്കിലും ഉണ്ടോന്നേ. ബോഡി വേവ്സ് സർഫസ് വേവ്സിൻ്റെയും മലയാളം ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ കേട്ടോ. സിയാലും സീമയും കിട്ടിയോ ഇപ്പോൾ? സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് സിലിക്കണിനെയും എന്താണ് അലൂമിനിയത്തിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് SiAl അങ്ങനെ പറയുന്നതാണ് സിയാൽ. അതെന്താണ് വൻകര ഭൂവൽക്കം. ഇനി എന്താണ് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിലേക്ക് വരുമ്പോൾ എന്താണ് സിലിക്കണും മെഗ്നീഷ്യവും. അതുകൊണ്ട് രണ്ടിനെയും ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് സീമ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മൂലകം ഏതാണ്? ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. രണ്ടാമതായിട്ട് വരുന്ന ആള് സിലിക്കൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, അതിനുശേഷം സിലിക്കൺ, അതിനുശേഷം അലൂമിനിയം, അതിനുശേഷം അയൺ. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, രണ്ടാമതായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ, മൂന്നാമതായി കാണപ്പെടുന്ന മൂലകം അലൂമിനിയം, നാലാമതായി കാണപ്പെടുന്ന മൂലകം അയൺ. ഇതിൽ അലൂമിനിയമാണെന്ത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. നമുക്കറിയാം സിലിക്കൺ എന്ന് പറയുന്ന ലോഹം അല്ലല്ലേ, ഒരു ഉപലോഹം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് സിലിക്കൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അലൂമിനിയം ആണെന്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് അലൂമിനിയമാണ്. ഇനി നമ്മൾ എന്താണ് എർത്തിൽ മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് അയൺ ആണ് കേട്ടോ. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ധാതു ഏതാണ്? ധാതു എന്ന് പറഞ്ഞാൽ ധാതു അല്ലെങ്കിൽ മിനറൽ ഏതാണ്? ധാതു അല്ലെങ്കിൽ മിനറൽ എന്ന് പറയുന്നത് ഫെൽസ്പാർ എന്ന് പറയുന്ന ഒരു മിനറലാണ്. ഫെൽസ്പാർ എന്ന് പറയുന്ന ഒരു ധാതുവാണ് എന്ത് നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത്. ഇനി ശിലയാണെങ്കിലോ
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് ഇഗ്നിയസ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകളാണ് എന്ത് നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 71 കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഭൂവൽക്കം കഴിഞ്ഞ് എന്താണ് നേരെ താഴോട്ട് വരികയാണ്. നേരെ താഴോട്ട് എന്താണ് നമ്മുടെ ഭൂമിയുടെ ഏകദേശം 70% മാസം, ഏകദേശം 68 മുതൽ 70% മാസം എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാൻഡിലേക്ക് വരികയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പാളി, ഭൂമിയിലെ ഏറ്റവും വലിയ ലെയർ അല്ലേ, വോളിയം കൊണ്ടും എന്താണ് വോളിയം കൊണ്ടും. ഇനി വോളിയം പറയുകയാണെങ്കിൽ ഏകദേശം 80%, ഭൂമിയുടെ ഏകദേശം 80% വോളിയവും എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാൻഡിലാണ്. അപ്പോൾ എന്താണ് നമ്മുടെ എർത്തിൽ എന്താണ് ഭൂവൽക്കം കഴിഞ്ഞല്ലേ, ഭൂവൽക്കം കഴിഞ്ഞ് നേരെ താഴോട്ട് വരികയാണ്. നേരെ താഴോട്ട് എന്താണ് നമ്മുടെ മാൻഡിൽ. അപ്പോൾ എന്താണിത് ഭൂവൽക്കം കഴിഞ്ഞു, അതിന് എന്താണ് ശേഷം താഴോട്ട് മാൻഡിൽ വന്നു. മാൻഡിലിന് ഏകദേശം നമുക്കറിയാമല്ലേ ഭൂവൽക്കം എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 70 കിലോമീറ്റർ വരെ അല്ലേ, മാക്സിമം 70 കിലോമീറ്റർ തിക്നെസ് ഒക്കെ കാണുന്ന എന്താണ് വളരെ നമ്മുടെ ഭൂമിയുടെ മൊത്തം ഇതിന് നോക്കുമ്പോഴേക്കും വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഇതല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ ഏകദേശം 100 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന എന്താണ് ബൈ വോളിയം വ്യാപ്തത്തിൻ്റെ 80%വും മാസിൻ്റെ എന്താണ് 68 മുതൽ 70% വരെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാൻഡിലേക്ക് വരുന്നു. ഇനി മാൻഡിലിനെ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്താണ് മൂന്നായിട്ട് തിരിക്കുന്നതിനെ പറ്റി പറയാം. ഇനി എന്താണ് ഏറ്റവും അല്ലേ മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന, ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന എന്താണ് പാളിയെ നമ്മൾ ഉപരിമാൻഡിൽ എന്ന് വിളിക്കുന്നു. എന്താണ് നമ്മുടെ ഭൂവൽക്കവുമായി ചേർന്ന് കിടക്കുന്ന എന്താണ് മാൻഡിലിൻ്റെ ഭാഗത്തെ ഉപരിമാൻഡിൽ അല്ലെങ്കിൽ അപ്പർ മാൻഡിൽ എന്ന് വിളിക്കുന്നു. അതിനുശേഷം കാണുന്ന ഭാഗത്തെ മധ്യമാൻഡിൽ അല്ലെങ്കിൽ എന്താണ് മിഡിൽ മാൻഡിൽ എന്ന് പറയുന്നു. അതിനുശേഷം താഴെ 2900 കിലോമീറ്റർ വരെ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ എന്താണ് അധോമാൻഡിൽ എന്ന് പറയുന്നു. അധോമാൻഡിൽ അല്ലെങ്കിൽ ലോവർ മാൻഡിൽ. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ മാൻഡിലിനെ 3 ലെയേഴ്സ് ആയിട്ട്, ചില കേസുകളിൽ എന്താണ് ഉപരിമാൻഡിൽ അധോമാൻഡിൽ എന്ന് മാത്രമേ പറയുള്ളൂ, ചിലരെന്താണ് ഉപരിമാൻഡിൽ അധോമാൻഡിൽ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉപരിമാൻഡിലെന്നും മധ്യമാൻഡിലെന്നും അധോമാൻഡിലെന്നും എന്താണ് 3ആയിട്ട് തിരിച്ചിട്ടുള്ള കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഏകദേശം 2900 അതല്ലേ 2900 കിലോമീറ്റർ വരെ ഭൂമിയുടെ എന്താണ് ഭൂവൽക്കം മുതൽ ഏകദേശം 2900 കിലോമീറ്റർ വരെ ഡെപ്തിൽ കാണുന്ന ഭാഗമാണേത് നമ്മുടെ മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ ഉപരിമാൻഡിലെന്നും അതിന് താഴെയായി കാണുന്ന ഭാഗത്തെ മധ്യമാൻഡിലെന്നും ഏറ്റവും താഴെയായി കാണപ്പെടുന്ന മാൻഡിലിനെ അധോമാൻഡിൽ എന്നും പറയുന്നു. ഇനി എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് അവിടെ ഭൗതികമായിട്ട് എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപരിമാൻഡിൽ എന്ന് പറയുന്ന ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഉപരിമാൻഡിൽ എന്ന് പറയുന്ന ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതിനുശേഷം വരുന്ന മധ്യമാൻഡിലോ ഒരു സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ്. സെമി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിക്വിഡ് ആണോ എന്ന് ചോദിച്ചാൽ ലിക്വിഡ് അല്ല. അതെന്താണ് ഉരുകിയ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ ഉരുകിയിട്ടില്ല. എന്നാൽ അത് ഖരമായിട്ടിരിക്കുകയാണ്, അത് കല്ലായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽപ്പെട്ട ഒരു പ്ലാസ്റ്റിക് രീതിയിൽ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉപരിമാൻഡിൽ ഖരാവസ്ഥയിൽ കാണുന്നു, മധ്യമാൻഡിൽ ഒരു സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ കാണുന്നു. ഇനി അധോമാൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ എന്താണ് ഖരാവസ്ഥയിൽ കാണുന്നു. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് മാൻഡിലിൻ്റെ ഈ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇതിനെ 2-3 പേരുകൾ പറഞ്ഞ് തിരിക്കും. നമുക്കറിയാം അല്ലേ ഈ ഒരു അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ ഉപരിമാൻഡിലും ക്രസ്റ്റും കൂടെ ചേർന്ന് എന്ത് ചെയ്യും കാണുന്ന എന്താണ് ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ആരൊക്കെയാണ് അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ ഉപരിമാൻഡിലും അതുപോലെ തന്നെ എന്താണ് ക്രസ്റ്റ് അല്ലെങ്കിൽ
ഭൂവൽക്കവും ചേർന്നിരിക്കുന്ന ഭാഗം, ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലം. മലയാളത്തിൽ എന്തോ പറയും? ശിലാമണ്ഡലം. ശിലാമണ്ഡലം. അപ്പൊ എന്താണ്? ക്രസ്റ്റും നമ്മുടെ ഭൂവൽക്കവും അതുപോലെ തന്നെ ഉപരിമാൻഡിലും ചേരുന്ന ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ലിത്തോസ്ഫിയർ. അത് സോളിഡ് സ്റ്റേറ്റിൽ കാണുന്നു. മറ്റൊരു പേര് ശിലാമണ്ഡലം. ശിലാമണ്ഡലം. 100 മുതൽ 200 കിലോമീറ്റർ തിക്നെസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം കാണുന്നത്. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ കാണുന്നത് 100 മുതൽ 200 എന്താണ്? കിലോമീറ്റർ തിക്നെസ്സിലാണല്ലേ. 100 മുതൽ 200 കിലോമീറ്റർ തിക്നെസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശിലാമണ്ഡലം കാണുന്നുണ്ട്. ശിലാമണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാലോ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ എന്താണ് ഇതെന്താണ് എല്ലായിടത്തും ഒരുപോലെയല്ലേ ഇരിക്കും. നമ്മൾ ഈ പ്ലേറ്റുകളെന്ന് കേട്ടിട്ടില്ലേ? പ്ലേറ്റുകൾ ഈ പ്ലേറ്റുകൾ എന്താണ്? ലിത്തോസ്ഫെറിക്കാണ്. ശിലാഫലകങ്ങൾ അല്ലേ, ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ശിലാഫലകങ്ങൾ എന്ന് പറയുന്നത് ഈ ലിത്തോസ്ഫെറിക് എന്താണ് പ്ലേറ്റ്സ് ആണ്. നമുക്ക് പ്രധാനമായിട്ട് ഇത് 7 മേജർ പ്ലേറ്റ്സ് ഉണ്ടല്ലേ. 7 മേജർ പ്ലേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്കുള്ളത് 7 മേജർ പ്ലേറ്റ്സ്. എന്താണ്? കുറേ മൈനർ പ്ലേറ്റ്സ് നമുക്കുണ്ട്. ഈ മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ആദ്യത്തത് പസഫിക് പ്ലേറ്റ് അല്ലേ, ഏറ്റവും വലുത് പസഫിക് പ്ലേറ്റ്. രണ്ടാമത്തത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. മൂന്നാമത് എന്താണ്? സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. നാലാമത്തത് ആഫ്രിക്കൻ പ്ലേറ്റ്. അഞ്ചാമത്തത് എന്താണ്? യുറേഷ്യൻ പ്ലേറ്റ്. ആറാമത്തത് ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഇനി ഏഴാമതായിട്ട് കാണുന്ന അന്റാർട്ടിക്കൻ പ്ലേറ്റ് അല്ലേ. ഇങ്ങനെയുള്ള 7 മേജർ പ്ലേറ്റ്സ് കാണുന്ന അല്ലേ. 7 മേജർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ആണ്. അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടി കൂടിച്ചേരുന്ന ഭാഗമാണ് എന്ത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് താഴെയായി ലിത്തോസ്ഫെറിക് പ്ലേറ്റിന് തൊട്ട് താഴെയായിട്ട് സെമി ഫ്ലൂയിഡ് നേച്ചറിൽ നമുക്കറിയാം അല്ലേ, ഖരവും അല്ല ദ്രാവകവും അല്ലാത്തൊരു പ്ലാസ്റ്റിക് ടൈപ്പായിട്ട് നമുക്ക് എന്തുണ്ട്? മധ്യമാൻഡിൽ അല്ലെങ്കിൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മധ്യമാൻഡിൽ അസ്തനോസ്ഫിയർ അല്ല, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതങ്ങനെയാണെന്ന് അങ്ങ് വച്ചിരിക്കാം. അസ്തനോസ്ഫിയർ കാണുന്നു. ഏകദേശം 400 കിലോമീറ്റർ വരെയാണെന്ത്? നമ്മുടെ അസ്തനോസ്ഫിയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ കാണുന്ന അസ്തനോസ്ഫിയർ. ഇനി നമുക്കറിയാമല്ലേ, നമുക്ക് എന്താണ്? എന്താണ് നമ്മുടെ ഈ മാൻഡിലുള്ള മാഗ്മ ചുമ്മാ ഇരിക്കുകയല്ലേ, അതെന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കറിയാം നമ്മളെന്താണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് തേയിലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തേയിലപ്പൊടി ഇങ്ങനെ കിടന്ന് കറങ്ങി നമുക്കിങ്ങനെ പ്രവഹിക്കണം കാണാമല്ലോ. അപ്പം അതുപോലെ എന്താണ്? അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അടിയിൽ ചൂട് കൂടും, മുകളിലേക്ക് വരും, ചൂട് കുറയ്ക്കും, പിന്നെയും താഴോട്ട് വരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കറക്കത്തിന് അല്ലെങ്കിൽ ഇത്തരം മൂവ്മെന്റിനെ പറയുന്ന പേരാണെന്ത്? കൺവെക്ഷൻ കറണ്ട് അല്ലെങ്കിൽ സംവഹന പ്രവാഹം. കൺവെക്ഷൻ കറണ്ട് അല്ലെങ്കിൽ സംവഹന പ്രവാഹം എന്നറിയപ്പെടുന്നു. അപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? മധ്യമാൻഡിലിൻ്റെ ഭാഗത്തുള്ള സെമി ഫ്ലൂയിഡ് നേച്ചറിൽ കാണുന്ന 400 കിലോമീറ്റർ തിക്നെസ് വരെ കാണുന്ന ഒരു ഭാഗമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? സംവഹന പ്രവാഹങ്ങൾ അല്ലേ. പ്രവാഹങ്ങൾ മാഗ്മ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചൂട് കൂടിയിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്ക് ഇങ്ങനെ എന്താണ്? സർക്കുലാർ ആയിട്ടൊരു മോഷനിൽ അല്ലേ, ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ നിൽക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് സംവഹന പ്രവാഹം. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അസ്തനോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? കൺവെക്ഷൻ കറണ്ട് ഉണ്ട് അല്ലേ, സംവഹന പ്രവാഹങ്ങളുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴേക്ക് കാണുന്ന മാൻഡിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അധോ മാൻഡിൽ എന്ന് പറയുന്നത്. അധോ മാൻഡിലിനെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ലോവർ മാൻഡിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേര്, ആ ഒരു ഭാഗത്തുള്ള മാൻഡിലിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മീസോസ്ഫെറിക് മാൻഡിൽ അല്ലെങ്കിൽ മീസോസ്ഫിയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മീസോസ്ഫിയർ. നമുക്കറിയാലോ അന്തരീക്ഷത്തിൽ ഒരു മീസോസ്ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? അകത്തും ഒരു മീസോസ്ഫിയർ ഉണ്ട്. ക്ലിയർ അല്ലേ?
മാൻഡിലിന്റെ കാര്യം ക്ലിയർ അല്ലേ? മാൻഡിലിന്റെ കാര്യം ക്ലിയർ അല്ലേ? യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മാൻഡിലിൻ്റെ കാര്യവും നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ലിത്തോസ്ഫിയറിനെ പറ്റി പറഞ്ഞു, അസ്തനോസ്ഫിയറിനെ പറ്റി പറഞ്ഞു, മീസോസ്ഫിയറിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ മാൻഡിലിൻ്റെ ഭാഗത്തുള്ള ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 4.5 to 5 g/cm³ ആണ്. കാമ്പിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോസിഷൻ എന്ന് പറയുന്നത് നിക്കലും അയണും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കാമ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റക്കായോ? ഇപ്പോൾ ഓക്കെ ആയോ? ഓക്കെ ആയി. ഓക്കെ. അപ്പോൾ നമ്മൾ കാമ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാമ്പിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇനി പുറക്കാമ്പായിക്കോട്ടെ അകക്കാമ്പായിക്കോട്ടെ നമ്മുടെ എന്താണ് പുറക്കാമ്പിനും അകക്കാമ്പിനും ഒക്കെ കൂടി ഒരു കോമ്പോസിഷനേ ഉള്ളൂ. പ്രധാനമായിട്ടും കാണുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? നിക്കലും അയണുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? നിഫെ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും നമ്മൾ വിളിക്കുന്ന കോമ്പോസിഷൻ എന്താണ്? നിഫെ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും വിളിക്കുന്നത്. ഇനി പുറക്കാമ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്കകത്തേക്ക് പോകുമ്പോൾ പൂർണ്ണമായും ദ്രവാവസ്ഥയിൽ കാണുന്ന, പൂർണ്ണമായിട്ടും എന്താണ് ഉരുകിയ അവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു പാളിയാണ് ഏത്? പുറക്കാമ്പ്. അപ്പോൾ എന്താണ് പൂർണ്ണമായിട്ടും എന്താണ് ദ്രവാവസ്ഥയിൽ അല്ലെ ഉരുകിയ അവസ്ഥയിൽ കാണുന്ന ഒരേ ഒരു പാളിയാണ് ഏത്? പുറക്കാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ എസ് വേവ്സ് അല്ലെ, ബോഡി വേവ്സ് ആയിട്ടുള്ള എസ് വേവ് എന്ത് ചെയ്യുന്നില്ല? ഈ പുറക്കാമ്പിലൂടെ കടന്നു പോകുന്നില്ല. ഇനി അകക്കാമ്പിലേക്ക് വരുമ്പോഴോ നമ്മളെന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഏകദേശം എന്താണ് 5500 ഡിഗ്രി സെൽഷ്യസ് വരെ, 5500 മുതൽ 6000 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് നമ്മുടെ ഈ ഒരു കോറിന്റെ ഭാഗത്ത് എന്തുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട്, താപനില അത്രത്തോളം ഉയരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സ്വാഭാവികമായും അകക്കാമ്പ് എന്താണ് ഉരുകിയ അവസ്ഥയിലാണ് കാണേണ്ടത്. എന്നാൽ അകക്കാമ്പിലുള്ള എന്താണ് അനിയന്ത്രിതമായിട്ടുള്ള മർദ്ദം. കാര്യം എന്താണ്? ഇത്രയും ഈ മുകളിലത്തെ ലെയേഴ്സ് എല്ലാം എന്ത് ചെയ്യാണ്? ഈ അകക്കാമ്പിലേക്ക് എന്ത് ചെയ്യാണ്? മർദ്ദം ചെലുത്തുകയാണല്ലേ, പ്രഷർ കൊടുക്കുകയാണ്. ഇത്രയും പ്രഷറിലിരിക്കുന്നത് കൊണ്ട് തന്നെ അകക്കാമ്പ് എന്താണ് ഖര അവസ്ഥയിലാണ് കാണുന്നത്. അത്രയും ഉയർന്ന ടെമ്പറേച്ചറിലും ഉയർന്ന മർദ്ദത്തിലും കാണപ്പെടുന്നത് കൊണ്ട് നമ്മുടെ അകക്കാമ്പ് എന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ് കാണുന്നത്. ഇനി എന്താണ് നമ്മുടെ പുറക്കാമ്പായിക്കോട്ടെ അകക്കാമ്പായിക്കോട്ടെ അതിൻ്റെ എന്ന് പറയുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത് നിക്കലും അയണുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നിഫെ എന്ന് വിളിക്കും. ഇനി അകക്കാമ്പാണ് എന്ത്? ഏറ്റവും കൂടിയ സാന്ദ്രത കാണിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് കൂടിയ താപനില, അതുപോലെ തന്നെ കൂടിയ മർദ്ദം. ഭൂമിക്കകത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സാന്ദ്രത, ഏറ്റവും കൂടുതൽ താപനില, ഏറ്റവും കൂടുതൽ മർദ്ദം, ഇത് മൂന്നും കാണിക്കുന്ന എവിടെയാണ്? അകക്കാമ്പിലാണ്. ഇനി അകക്കാമ്പ് പുറക്കാമ്പെന്ന് എടുത്തു ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? കാമ്പ് അല്ലെങ്കിൽ കോറ് എന്നാണ് ആൻസർ. ഇനി സാന്ദ്രതയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രയാണ്? 13.1 g/cm³ ആണ് എന്ത്? നമ്മുടെ ഇന്നർ കോറിന്റെ അല്ലെങ്കിൽ അകക്കാമ്പിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി പുറക്കാമ്പിന് 9.9 മുതൽ 12.6 g/cm³ വരെയാണ്. 9.9 മുതൽ 12.6 g/cm³ ആണ് എന്ത്? പുറക്കാമ്പിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ള, താപനിലയുള്ള, സാന്ദ്രതയുള്ള ലെയർ ഏതാണ്? അകക്കാമ്പ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ള, താപനിലയുള്ള
താപനിലയുള്ള, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയിൽ കാണപ്പെടുന്ന എന്താണ് നമ്മുടെ പാളിയാണ് ഏത്? അകക്കാമ്പ് എന്ന് പറയുന്നത്. ഏകദേശം 1270 കിലോമീറ്റർ ആണ് തിക്നെസ്. ഏകദേശം 1270 കിലോമീറ്റർ ആണ് തിക്നെസ് എന്ന് പറയുന്നത്. ഏകദേശം 6500 അല്ലേ, 6500 ഡിഗ്രി സെൽഷ്യസ് വരെ, 6500 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് വേഗത, താപനില എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെന്താണ് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഭൂമി കറങ്ങുന്നതിനേക്കാൾ എന്താണ് വേഗതയിലാണ് അകക്കാമ്പ് കറങ്ങുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഭൂമി കറങ്ങുന്നതിനേക്കാൾ വേഗതയിൽ കറങ്ങുന്ന നമ്മുടെ ഭൂമിയുടെ പാളിയാണ് ഏത്? അകക്കാമ്പ്. ഭൂമി കറങ്ങുന്നതിനേക്കാൾ വേഗതയിൽ കറങ്ങുന്ന ഭൂമിയുടെ പാളിയാണ് ഏത്? അകക്കാമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിന് പുറമെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സീസ്മിക് ഡിസ്കണ്ടിന്യൂയിറ്റീസ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഈ ഭൂകമ്പ തരംഗങ്ങളെ കടത്തിവിടുമെന്ന് പറഞ്ഞില്ലേ? ഈ കടത്തിവിടുന്ന സമയത്ത് എന്താണ് ഈ തരംഗങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴി എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക സോണുകളിൽ എത്തുന്ന സമയത്ത് എന്താണ് ഇവരുടെ വെലോസിറ്റി അനിയന്ത്രിതമായി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ ഇരിക്കുന്ന എന്താണ് കല്ലുകളുടെ, അവിടെ ഇരിക്കുന്ന ശിലകളുടെ പ്രത്യേകതയാണ്, അവരുടെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഒരു എന്താണ് വേഗതയിൽ കൂടുതലും കുറച്ചിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസ്മിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിച്ഛന്നതകൾ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്ന 3 ആൾക്കാരാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ആൾക്കാരെന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ വിച്ഛന്നത. അതെന്താണ്? ക്രിസ്റ്റിനും മാൻഡിലിനും ഇടയിൽ കാണുന്ന എന്താണ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റെപ്പറ്റി. എന്താണ്? അപ്പർ മാൻഡിലും ലോവർ മാൻഡിലിന്റെയും ഇടയിൽ കാണുന്നതാണ് ഏത്? റെപ്പറ്റി എന്ന് പറയുന്നത്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടതാണ് ഗുട്ടൻബർഗ്. അതെന്താണ്? മാൻഡിലിനും കോറിനുമിടയിൽ എന്ന് പറയുമ്പോൾ 2900 അല്ലെ, ഏകദേശം 2900 കിലോമീറ്ററിൽ എന്ത് ചെയ്യുന്നത് കാണുന്നതാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഈ 3 പേരെയും ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ചോദിക്കാത്ത 2 ആൾക്കാർ കൂടി ഉണ്ട്. ഒന്ന് കോൺറാഡ് എന്താണ്? നമ്മുടെ അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും അല്ലെങ്കിൽ എന്താണ് നമുക്ക് സിയാലും സീമയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സിയാലിനും സീമയ്ക്കുമിടയിൽ കാണുന്നതാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതെല്ലാം എന്താണ്? ഇത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിൽ കാണുന്നു. ഇനി അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അതെന്താണ്? അകക്കാമ്പിനും പുറക്കാമ്പിനും ഇടയിൽ കാണുന്നതാണ് ഏത്? ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് 5 സീസ്മിക് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് മൊഹറോവിസിക്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിൽ കാണുന്നത് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. രണ്ടാമതായിട്ട് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി, അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിൽ, അല്ലെങ്കിൽ എന്താണ് ഉപരി മാൻഡിലിനും അധോ മാൻഡിലിനും ഇടയിൽ കാണുന്നത് റെപ്പറ്റി. ഗുട്ടൻബർഗ് മാൻഡിലിന്റെയും കാമ്പിന്റെയും ഇടയിൽ കാണുന്നത് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ തന്നെ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ സിയാലിനും സീമയ്ക്കും ഇടയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്താണ് അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോൺറാഡ്. ഇനി ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി, അത് ആർക്കിടയിലാണ്? പുറക്കാമ്പിനും അകക്കാമ്പിനും ഇടയിൽ കാണുന്നതാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ?
അപ്പം ഇത്രയാണ് നമ്മളെന്ത് ഭൂമിയുടെ ഘടനയെ പറ്റി അറിയുമ്പോൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്രസ്റ്റിനെ പറ്റി പറഞ്ഞു അല്ലേ, ഭൂവൽക്കത്തെ പറ്റി പറഞ്ഞു, സിയാലിനെ പറ്റി പറഞ്ഞു, സീമയെ പറ്റി പറഞ്ഞു അല്ലേ, സീമയെ പറ്റി പറഞ്ഞു. അതിനുശേഷം മാൻഡിലേക്ക് വന്നിട്ട് നമ്മൾ ലിത്തോസ്ഫിയറിനെ പറ്റി പറഞ്ഞു, അസ്തനോസ്ഫിയറിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ മീസോസ്ഫിയറിനെ പറ്റി പറഞ്ഞു. ഉപരിമാൻഡിൽ, മധ്യമാൻഡിൽ, അധോമാൻഡിൽ. അതിനുശേഷം എന്താണ് കാമ്പിലേക്ക് വന്നു. കാമ്പിൽ എന്താണ് അകക്കാമ്പിനെ പറ്റിയും പുറക്കാമ്പിനെ പറ്റിയും പറഞ്ഞു. അതിനുശേഷം എന്താണ് ഇവരുടെയൊക്കെ വളരെ എന്താണ് ഡെൻസിറ്റി ആർക്കാണ് കൂടുതൽ, ടെമ്പറേച്ചർ ആർക്കാണ് കൂടുതൽ, ആർക്കാണ് വോളിയം കൂടുതൽ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓരോരുത്തരുടെയും കോമ്പോസിഷനെ പറ്റി പറഞ്ഞു. എന്താണ് അതിനുശേഷം ഓരോരുത്തർക്ക് ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റികളെ പറ്റി പറഞ്ഞു അല്ലേ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭൂമിയുടെ ഘടനയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലായി പഠിക്കാം. ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ എന്താണ് വിച്ഛന്നത എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. വിച്ഛന്നത എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരാളാണ് ഏത്, നമ്മുടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഏത്, ഭൂകമ്പ തരംഗങ്ങൾ അല്ലെ. നമ്മുടെ ഈ പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും ബോഡി വേവ്സ് എന്ന് പറയുന്ന ഭൂമിക്ക് അകത്തൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇവരുടെ എന്താണ് വേഗതയിൽ നിന്നാണ് അല്ലെ, എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഇവിടുത്തെ റോക്കിന് എന്ത് ചെയ്യാം ഡെൻസിറ്റി കൂടുതലായിരിക്കാം, ഇത് ലിക്വിഡ് സ്റ്റേജിലായിരിക്കാം, അത് ഫ്ലൂയിഡ് സ്റ്റേജിലായിരിക്കാം എന്നൊക്കെ നമ്മൾ ഇൻഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വേഗതയാണ്. അപ്പോൾ ചില ഇടങ്ങളിലേക്ക് പോകുമ്പോൾ, ചില സോണുകളിലേക്ക് പോകുമ്പോൾ, അത് ചിലപ്പോൾ അവരുടെ എന്താണ് ആ പ്രദേശത്ത് കാണുന്ന കല്ലുകളുടെ അല്ലെങ്കിൽ ശിലകളുടെ എന്തെങ്കിലും എന്താണ് ഫിസിക്കൽ കണ്ടീഷൻസ് കൊണ്ട് എന്ത് ചെയ്യും, ഇവരുടെ വേഗതകളിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ചിലപ്പോൾ എന്ത് ചെയ്യും അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് നിന്നു പോകും ചില ആൾക്കാർ. ഇപ്പോൾ പ്രൈമറി വേവ് സെക്കൻഡറി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില സമയത്ത് അവരങ്ങ് നിൽക്കും, ചില സമയത്ത് ഇവരുടെ വെലോസിറ്റി കുറയും, ചില സമയത്ത് എന്ത് ചെയ്യും ഇവരുടെ വെലോസിറ്റി പെട്ടെന്ന് അങ്ങ് കൂടും. അപ്പോൾ ഇത്തരം എന്താണ് പെട്ടെന്നൊരു നോർമലി കാണുന്ന ഒരു സാധനത്തിൽ നിന്നും ഇവരുടെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന അബ്നോർമൽ ചേഞ്ചുകളെ എന്താണ് ഓരോ ഭാഗത്ത് എന്ത് ചെയ്യും മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റികൾ എന്ന് പറയുന്നത്. അതായത് അവരുടെ നോർമൽ പാത്തിന് അവിടെയുള്ള എന്താണ് ശിലകളുടെ എന്തോ ഒരു സവിശേഷത എന്ത് ചെയ്യുന്നുണ്ട്, തടസ്സം നിൽക്കുന്നു. അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ എന്ത് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ് ഈ ഓരോ സയൻറ്റിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഓരോ സയൻറ്റിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പി എസ് വേവുകളുടെ തരംഗങ്ങളുടെ വേഗതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വേഗതയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ കൂടുതലോ കുറവോ അല്ലെങ്കിൽ ഇവർ അബ്രപ്റ്റ്ലി അങ്ങ് നിന്നു പോവുകയോ ചെയ്യുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റികൾ അല്ലെങ്കിൽ വിച്ഛന്നതകൾ എന്ന് പറയും, സീസ്മിക് വിച്ഛന്നതകൾ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? ഇത് കോൺറാഡ് ലെയ്മാൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഡിസ്കണ്ടിന്യൂറ്റികളും എന്താണ് ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ ജിയോളജിസ്റ്റുകളുടെ പേര് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ കോൺറാഡ് അല്ല കേട്ടോ, CONRAD ആണ്. അപ്പോൾ ഈ കോൺറാഡ് എന്ന് പറയുന്നത്
അദ്ദേഹത്തിന്റെ പേരാണ്. ലേമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാണ്. ഗുട്ടൻബർഗ് എന്ന് പറയുന്ന എന്താണ് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. മൊഹറോവിസിക് എന്ന് പറയുന്നത് എന്താണ് ഒരു സെർബിയൻ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇവരുടെ സയന്റിസ്റ്റുകളുടെ പേരാണ്. അപ്പൊ അവർക്ക് മലയാളം ഇല്ല, അതിന് മലയാളം ഇല്ല. അവരുടെ എന്താണ് സ്മരണാർത്ഥം ആ പേരുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഹോപ്പ് ആർക്കും ഇനി ഡൗട്ടുകൾ ഇല്ലാന്ന് വിചാരിക്കുന്നു. ശരി, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.